പത്മരാജൻ്റെ, നമ്മുടെ പപ്പേട്ടൻ്റെ സ്മൃതികളിലേക്ക് അല്പസമയം ഒന്ന് പോകാം. ഇന്നലകളുടെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷിയായ ചലച്ചിത്ര പ്രതിഭ പി പത്മരാജൻ മലയാളക്കരയ്ക്ക് ലഭിച്ച അമൂല്യമായ പാരിതോഷികമായിരുന്നു. കഥാകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ പ്രതിഭാശാലി മലയാള ചലച്ചിത്രാഭിരുചിയെ തന്നെ സവിശേഷമായി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. പ്രണയവും രതിയും പ്രതികാരവും ഇഴചേർന്ന അപൂർവ സുന്ദരമായ കഥകൾ പത്മരാജൻ ചിത്രങ്ങളെ പ്രേക്ഷകന്റെ മനസ്സിൽ മുദ്രിതമാക്കി തീർത്തു. ആദ്യ തിരക്കഥ പ്രയാണം ഭരതന്റെ സവിശേഷമായ ശൈലിയിൽ ചലച്ചിത്രമായപ്പോൾ യഥാർത്ഥത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു നവീന ഭാവുകത്വം കടന്നുവരികയായിരുന്നു. പിന്നീട് ഈ നവഭാവുകത്വത്തെ സൗന്ദര്യത്തിന്റെ ആഘോഷമാക്കി മാറ്റിയ അനേകം ചിത്രങ്ങൾ: കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽവാൻ, അരപ്പെട്ട കിട്ടിയ ഗ്രാമം, ദേശാടനക്കിളി കരയാറില്ല, അപരൻ, ഇന്നലെ, മൂന്നാം പക്കം, നവംബറിന്റെ നഷ്ടം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഒടുവിൽ മാനാകാനും മയിലാകാനും സുന്ദരിമാരുടെ ചുണ്ടുകൾക്കിടയിൽ മുത്തമാകാനും കഴിയുന്ന അരൂപിയും ഗഗനചാരിയുമായ ഗന്ധർവന്റെ കഥ പറഞ്ഞ ഈ കാവ്യഗന്ധർവൻ ഓർമ്മകളുടെ ചന്ദ്രോദയങ്ങളിൽ കുളിർക്കാറ്റായി, സ്വപ്നത്തേരിൽ യാത്രയായി.